അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ നിതിൻ രാജിന്റെ മരണത്തിൽ ലോൺ ആപ്പ് സംഘം പിടിയിലായിരിക്കുന്നു. ഉത്തർപ്രദേശിലെ നോയിഡയിൽ നിന്നാണ് മൂന്നംഗ സംഘത്തെ കണ്ണൂർ സിറ്റി സൈബർ ക്രൈം പോലീസ് പിടികൂടിയത്. ഇൻസ്റ്റന്റ് ഫണ്ട്സ് എന്ന ലോൺ ആപ്പ് നടത്തിപ്പുകാരാണ് നിതിൻ രാജിനെ ഭീഷണിപ്പെടുത്തിയത്. അർജുൻ കല്യാടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ കല്യാട്, നോയിഡയിൽ വെച്ച് ഈ സംഘത്തെ പിടികൂടിയിരിക്കുന്നു. ഈ വാർത്ത ആദ്യം നമ്മൾ അറിയിച്ചിരുന്നു നേരത്തെ. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നേരത്തെ അപകട വാർത്തയുള്ളത് കൊണ്ട് നമുക്ക് പ്രേക്ഷകർ അറിയിക്കാൻ കഴിഞ്ഞില്ല. എങ്ങനെയാണ് ഇവരെ പിടികൂടിയത്? ഈ ഇൻസ്റ്റന്റ് ആപ്സ് എന്ന് പറയുന്ന ഇൻസ്റ്റന്റ് ഫണ്ട്സ് എന്ന് പറയുന്ന സംഘമാണ് യഥാർത്ഥത്തിൽ ഈ നിതിൻ രാജിനെ മരണത്തിലേക്ക് തള്ളിവിട്ടതെന്നാണോ നിഗമനം? ആദ്യഘട്ടം മുതൽ തന്നെ നിതിൻ രാജിന്റെ മരണത്തിൽ ഈ ലോൺ ആപ്പ് സംഘത്തിന്റെ ഭീഷണി ഉണ്ടായിട്ടുണ്ടാവാം എന്നുള്ള ഒരു വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് അധ്യാപിക നൽകിയിട്ടുള്ള പരാതിയിൽ ഉൾപ്പെടെ, അതായത് നിതിൻ രാജുമായി ബന്ധപ്പെട്ട് നിതിൻ രാജ് എടുത്ത ലോണിന്റെ ഭാഗമായി അധ്യാപികയ്ക്കും ഭീഷണി കോളുകൾ വന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അധ്യാപിക പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു അറസ്റ്റും ഈ പറയുന്ന സംഘത്തിലേക്ക് എത്താൻ പര്യാപ്തമായ രീതിയിലുള്ള നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ പോലീസിന് ലഭിക്കുകയും ചെയ്തത്. വിദ്യാർത്ഥി നിതിൻ രാജ് ലോൺ ആപ്പ് വഴി കടമെടുക്കുകയും തിരിച്ചടക്കാത്തതിനെ തുടർന്ന് റഫറൻസ് എന്ന രീതിയിൽ നൽകിയിരുന്ന ടീച്ചറുടെ നമ്പറിലേക്ക് നിരന്തരം കോളുകളും മെസ്സേജുകളും ഒക്കെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പണം അടച്ചില്ലെങ്കിൽ നിരന്തരം ശല്യപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയ ഇവർ ഒരു മണിക്കൂറിൽ തന്നെ നിരവധി ഫോൺ കോളുകൾ അധ്യാപികയ്ക്ക് ചെയ്തിരുന്നു. അങ്ങനെ ഈ ലോൺ ആപ്പ് സംഘത്തെക്കുറിച്ചുള്ള പരിശോധനയാണ് അവസാനം നോയിഡയിൽ ചെന്ന് നിന്നത്. ഈ പറയുന്ന പ്രതികളെ ഇപ്പോൾ പോലീസ് പിടികൂടിയത് സാഹസികമായാണ്, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള അന്വേഷണത്തിനൊടുവിലാണ് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു IT പാർക്കിന് സമാനമായി 40ഓളം പേർ ജോലി ചെയ്യുന്ന ഒരു സ്ഥലത്ത്, അതായത് ഈ പറയുന്ന ഇൻസ്റ്റന്റ് ഫണ്ട്സ് എന്ന് പറയുന്ന സ്ഥാപനം 40ഓളം പേർ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനമായിരുന്നു. ലോൺ ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്നതും പണം നൽകുന്നതുമൊക്കെ തിരിച്ചടവിനായി വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതും ഇവിടെ നിന്നായിരുന്നു. ഈ പറയുന്ന സ്ഥാപനത്തിൽ പ്രധാനമായും പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ഈ സിം കാർഡുകൾ ഉപയോഗിച്ച് മൊബൈലുകളിൽ നിന്നല്ല ഈ പറയുന്ന ആളുകളെ എല്ലാം തന്നെ വിളിക്കാറുള്ളത്. അവിടെ ഈ സിം കാർഡുകൾ ഉപയോഗിക്കാൻ പാകത്തിലുള്ള 30 സിം കാർഡുകൾ വരെ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു ഉപകരണം, സിം ബോക്സ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ് ആളുകളെയൊക്കെ വിളിക്കാറുള്ളത്. അതും പോലീസ് ഇപ്പോൾ അവിടെ നിന്നും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഈ ഒരേ സമയത്ത് തന്നെ 30 സിം കാർഡുകൾ ഉപയോഗിക്കുക. ആ സിം കാർഡുകൾ ഉപയോഗിച്ച് വിളിക്കുമ്പോൾ തന്നെ ഈ മൊബൈലിൽ നിന്ന് വിളിക്കാൻ, അല്ലെങ്കിൽ മൊബൈലിലാണ് വിളിക്കുന്നത് എന്ന് മറ്റ് എവിടെയും മനസ്സിലാക്കാൻ കഴിയാത്ത തരത്തിലുള്ളൊരു സംവിധാനമാണ് ഈ സിം ബോക്സ് എന്ന് പറയുന്നതാണ് പോലീസ് പറയുന്നത്. എന്തായാലും പ്രധാനമായ നിർണായകമായിട്ടുള്ള ഒരു അറസ്റ്റാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നോയിഡയിൽ വെച്ചാണ് 3 പേരെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. അതിൽ ഉത്തർപ്രദേശ് ഗാസിയാബാദ് സ്വദേശിയായിട്ടുള്ള ഋഷികേഷ് തിവാരി, അതുപോലെ തന്നെ ഉത്തർപ്രദേശ് സ്വദേശിയായിട്ടുള്ള പ്രശാന്ത് ഖേവൽ, ഹരിയാന ഫരീദാബാദ് സ്വദേശിയായിട്ടുള്ള പ്രകാശ് ജയ് എന്നിവരെയാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. ഇവർ 3 പേരുമാണ് നിതിൻ രാജിനെ തുടർച്ചയായ രീതിയിൽ ഭീഷണിപ്പെടുത്തിയത് ഈ ലോൺ തിരിച്ചടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ. താങ്ക് യു. അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത്. നിതിൻ രാജിന്റെ മരണത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഈ ലോൺ ആപ്പ് സംഘം, ഇൻസ്റ്റന്റ് ഫണ്ട്സ് എന്ന പേരിൽ പ്രവർത്തിച്ച ലോൺ ആപ്പ് സംഘം കൂടിയാണ് എന്നതാണ് പോലീസിന്റെ കണ്ടെത്തൽ. അവരെ നോയിഡയിൽ നിന്നാണ് പോലീസ് പൊക്കിയത്.